Hands up. Give me the keys. Give me the keys. നല്ലതായിട്ട് പ്രാർത്ഥിച്ചേച്ച് കിടക്കണം. ചുമ്മാ അല്ല ഈ സ്വപ്നങ്ങൾ പന്ന സ്വപ്നങ്ങൾ കാണുന്നത്. സ്വപ്നമായിരുന്നു. രാവിലെ അടുക്കളയിൽ നിന്ന് ദോശ ഇടുവാണോ? എനിക്ക് ഇച്ചിരി ദോശ ഇടുവല്ല, തുണി അലക്കാൻ പറ്റുമോ? ഇതെന്താ നിങ്ങക്ക് മുഖത്ത് വലിയൊരു സന്തോഷം കാണുന്നുണ്ടല്ലോ, കൊറോന കൊരങ്ങനെ കിട്ടിയ പോലെ. ഞാൻ ആലോചിക്കുവായിരുന്നേ, പിള്ളേർക്കെല്ലാം സമ്മർ വെക്കേഷൻ അല്ലയോ, നമുക്കൊരു വെക്കേഷൻ ട്രിപ്പ് പോയാലോ? ഈ ജോലിയുടെയും വീടിന്റെ എല്ലാം ബഹളത്തിൽ നിന്ന് മാറി കുറെ ദൂരം ഡ്രൈവ് ചെയ്ത് നമുക്കൊരു ലോങ് വെക്കേഷൻ ട്രിപ്പ് ഒരാഴ്ചത്തേക്കിന് അങ്ങ് പോയാലോ? വെക്കേഷനോ? ആഹാ, ഇത് കൊള്ളാമല്ലോ. നിങ്ങൾക്ക് എന്നാ പറ്റി? തലയ്ക്ക് വല്ല അടി കിട്ടിയോ അതോ ലോട്ടറി വല്ല അടിച്ചോ? അല്ല ലിസേ, നീ എത്ര നാളായി ഈ കരിയും പുകയൊക്കെ കണ്ട് ഈ അടുപ്പമൂട്ടിൽ തന്നെ ഇങ്ങനെ കഴിയുന്നത്? നിനക്കും വേണ്ട ഒരു ബ്രേക്കൊക്കെ? കുക്കിംഗ് റേഞ്ചിലോ കരിയോ പുകയോ? ഇതൊക്കെ സിനിമയിലെ ഡയലോഗ് ആണല്ലോ കേട്ടിട്ട്. പുകയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സാധനം കരിയുന്നുണ്ടല്ലോ. ഈ ചൂട് കൊണ്ടാ മതിയെന്നേ. നീ വാടി അങ്ങ് പോയി. നിന്റെ മുഖത്തൊക്കെ എന്തോ ഒരു ക്ഷീണമുണ്ട് ഇപ്പൊ. നീ ഒരു മാറിക്ക്, ഞാൻ ദോശ ഇട്ടോളാം. ഇങ്ങോട്ട് മാറാം. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. നമ്മളൊരു ബെൻസ് കാർ വാങ്ങിച്ചതായിട്ട്. പുലർകാലം കാണും സ്വപ്നം, താമസം വിനാ ഭവിക്കുമെന്നല്ലേ പറച്ചില്ല. സ്വപ്നത്തിൽ പോലും ആ കാർ ഓടിക്കണം നടക്കാൻ എന്തൊരു സുഖമായിരുന്നറിയാം. പക്ഷെ രണ്ട് ദുഷ്ടന്മാര് വന്നെന്റെ കാറും കൊണ്ട് പോയി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച എന്നെ ആമാര് പുറമെ നിന്ന് വെടിയും വെച്ചു. വെടി പിന്നെ പോട്ടെ, ആ കാറ് കൊണ്ടുപോയിച്ചില്ല. കഷ്ടം. ഈ മലയാളി സമൂഹത്തിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ബെൻസ് കാർ തന്നെ വേണം. നീ നോക്ക്, ആ കോഴിക്കാടൻ സാബുവിനും മനക്കലെ ഗോപി അവരെല്ലാം ബെൻസ് കാറല്ല നടക്കുന്നത്. അവരോടൊക്കെ ഇപ്പൊ ഒന്ന് ഇടിച്ചു നിൽക്കണമെങ്കിൽ നമുക്കും വേണം ഒരു ബെൻസ്. സ്വപ്നത്തിൽ കണ്ട വഴി നിങ്ങളുടെ തലക്കിട്ടാറുണ്ടാവും തോന്നുന്നു. ഒരു ലെവലില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ജോലിക്ക് പോയി വേണം, ചർച്ചയിൽ പോയി വേണം, ഇതിനെല്ലാം കാർ ആവശ്യമുള്ളൂ. നമ്മൾ എന്തിനാ ചേച്ചാ മറ്റുള്ളവരെ നോക്കുന്നത്? ലൈംഗിക ആശം വരുന്ന ഞാൻ എന്റെ ചേച്ചിക്ക് മൂന്നാറില് തേയിലത്തോട്ടം വാങ്ങിച്ചു കൊടുത്തേ. എന്തോ പറഞ്ഞാലും അവസാനം തേയിലത്തോടത്തി വന്ന് നിൽക്കും. ഇതൊക്കെ തേയിലക്കകത്ത് ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ? എന്തോ കരയുന്നുണ്ടല്ലോ. എന്റെ ദോശയെ നീ ഞാനും കണക്കാം. കരിയാതിരിക്കണമെങ്കിൽ ആരെങ്കിലും കനിയണം. ഗോപി, അതെങ്ങനെ കുറച്ചു നേരമായോ? കുറച്ചു നേരം ലേറ്റ് ആണ്.
ഓ വീട്ടിൽ 2-3 ഗസ്റ്റ് വന്നിരിക്കുന്നേ, അവരൊന്ന് പോയിട്ട് ഇറങ്ങാൻ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ കോപ്പി ഒന്ന് കാണാൻ വെച്ചിരിക്കുമായിരുന്നു. കടമന ചോദിക്കാനാണോ? അതൊന്നും അല്ലെന്നേ, ഞാനൊരു കാർ വാങ്ങിക്കുന്ന കാര്യം ഒന്ന് ചോദിക്കാനാണ്. ഒരു ബെൻസ് വാങ്ങിച്ചപ്പോഴാന്നൊരു ആഗ്രഹം. അത് നല്ല കാര്യമല്ലേ. ഏത് ക്ലാസ്സാണ് നോക്കുന്നത്? നമ്മുടെ ആ കോഴിക്കാടൻ്റെ സൈസ് അത്രയും ഓർമ്മ മതി. അതിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ ഒഴുകുമല്ലേ. കഴിഞ്ഞ മയാമിയിലെ നമ്മുടെ മലയാളി സമാജത്തിന് അവനും ഞാനും കൂടെ ഇവിടുന്ന് അങ്ങോട്ട് പോയത് ആ കാറല്ല. എന്തൊരു രസമായിരുന്നു. അന്ന് അവന് മാത്രമേ ആ സൈസ് കാർ അവിടെ ഉള്ളായിരുന്നു. അതുപോലെ ഒരെണ്ണത്തിൽ എനിക്കും അടുത്ത പ്രാവശ്യം ചെത്താം. അത് എസ് ക്ലാസ് അല്ലയോ? ഒരു 90 മേളി വരുമേ. ജോജിക്ക് ചെറുത് വല്ലതും പോയാൽ ഈ ക്ലാസ്സാ വല്ലതും. ആനെ വാങ്ങിക്കാൻ ഇറങ്ങിയിട്ട് ആരെങ്കിലും കുഴിയാനെ വാങ്ങിക്കുമോ? നമ്മളൊട്ടും കുറയ്ക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ജോജിയുടെ ഇഷ്ടം. എത്ര ഉണ്ട് ഡൗണിലെ? ഓ, ഡൗൺ ഒന്നും ഇടാൻ എൻ്റെ പൈസയൊന്നുമില്ല. നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ് അടയ്ക്കാവുന്നേ. പിന്നെ ഇപ്പോൾ ഒത്തിരി ലോ ഇൻട്രസ്റ്റ് പ്ലാൻസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് നോക്കാം. എത്രയും കാശ് മുടക്കി നമ്മൾ കാർ വാങ്ങിക്കുമ്പോഴേ ഒരു 20% ഡൗൺ ഇടുന്നതായിരിക്കും നല്ലത്. ഇൻട്രസ്റ്റ് കൂടെ നമ്മൾ നോക്കണമല്ലോ. ആ ഡൗൺ ഒന്നും ഇടുന്നില്ലെന്ന് കരുതി എനിക്ക് ഇൻട്രസ്റ്റിനൊന്നും കുറവൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ബെൻസ് വാങ്ങിക്കണം, അതാണ് എൻ്റെ ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞത് പരീക്ഷയുടെ കാര്യമാണ്. ഡൗൺ ഇട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങ് കയറും. ആട്ടെ, മന്ത്ലി അവർ എത്ര വരെ പോകാൻ പറ്റും? അതിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ആദ്യം തന്നെ കാലിഫോർണിയക്ക് ഒന്ന് പോകണം. അമ്മാച്ചിൻ്റെ മോനെ സിബിയെ അവനവിടെ ഉണ്ട്. അവൻ ചെറുപ്പത്തിൽ BMW എൻ്റെ മുന്നേ കൂടെ കുറേ വിലസിയതാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ടെക്സസിലുള്ള അമ്മായപ്പനെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ന്യൂയോർക്കിലുള്ള നമ്മുടെ കുഞ്ഞച്ചാനെ ഒന്ന് വിസിറ്റ് ചെയ്യണം. എല്ലാം കൂടെ ഒരു 5000 മൈൽ. എന്താ പോരെ? ജോജി എന്തിൻ്റെ കാര്യമായി പറയുന്നത്? ഞാൻ മന്ത്ലി പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഓ, മന്ത്ലി പേയ്മെൻറ്റിൻ്റെ കാര്യമായിരുന്നു. ഒരു 400 വരെയൊക്കെ ലിസമ്മ സമ്മതിക്കും. പിന്നെ ബെൻസിൻ്റെ കാര്യമല്ലേ, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു 600 വരെ ഓക്കെയാ. എസ് ക്ലാസ് ബെൻസ്, നോ ഡൗൺ, കുഴിയാന വേണ്ട, ആനയെ മതി, 600 ഉലുവ. ചേട്ടൻ്റെ നാട് എവിടെന്നാ പറഞ്ഞേ? പുനലൂര് കൊട്ടാരക്കരയ്ക്ക് അടുത്ത്. അതെന്താ ഇപ്പൊ ചോദിക്കുന്നത്? ജോജി സമയം കളയാതെ പറഞ്ഞ പണി വല്ലതും നോക്കുക. ഒരു $10,000 ഒപ്പിച്ചോണ്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരു ബെൻസ്. ഓ, അവൻ ഔട്ടായെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെലവ്. അല്ല, അങ്ങനെ പോരുത്. ഇതിന് തീരുമാനമാക്കിട്ട് പോകും. പെട്ടെന്ന് പാടി കേട്ടോ, അടുത്ത ബാറ്റേ ഉള്ളയാ. എന്താ പെട്ടെന്നൊരു മീറ്റിംഗ്? പ്രശ്നം വല്ലതും? പറയാം. ഞാൻ കുറച്ച് പേരെ കൂടെ വിളിച്ചിട്ടുണ്ട്. അവരോട് ഒന്ന് വന്നോട്ടെ, എന്നിട്ട് പറയാം. ഇതാ സാബു. ഹലോ. ഇല്ല കുഴപ്പമില്ല. ഇല്ല സാറില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ സാബു ഒരു 5 മിനിറ്റ് ലേറ്റ് ആകുന്നത്. പുള്ളിക്ക് തൊമ്മൻചാണ്ടി സാറിന്റെ വല്ല കോളും വന്ന് കാണും. അതെ, അധികം കളിയാക്കൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ഈ കങ്ങനയോട് പറഞ്ഞാൽ മതി. ഈയിടെ തന്നെ ലിസയുടെ മൂന്നാറിലെ എസ്റ്റേറ്റ്, അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, തൊഴിൽ പ്രശ്നം. പുള്ളിയല്ലേ വഞ്ചൂരിനെ കൊണ്ട് പറഞ്ഞ് ഈ കാര്യം സാധിച്ചത്. ഇച്ചിരി ബണ്ടിലടിക്കുമെങ്കിലും ആണ് ഉപകാരിയ. ഇതാ വാസുവേട്ടനാണല്ലോ, നമ്മുടെ അടിവിൽ വാസുവേ. ഇതെന്താ സർവകക്ഷി സമ്മേളനം നല്ലതാണ്. വാസുവേട്ടാ എവിടെ വരെ? ഗെയ്ക്കോടോ 2323 പൗണ്ട്. ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ ബൈ. കുറെ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു, ഇദ്ദേഹത്തന്നെ ഈ അടിവില്ലെന്ന് വിളിക്കുന്നത്. അതറിയത്തില്ല, പണ്ട് കുട്ടനാട്ടില് വെട്ടിനിരത്തൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് സഖാവ് വാസു. ഒരിക്കലേ ഏതോ ഒരു ജന്മിയുടെ കണ്ടം വെട്ടിനിരത്തുന്നതിനിടയ്ക്ക് പോലീസ് ലാത്തിച്ചാർജില്ല. പോലീസ് അടി തുടങ്ങിയപ്പോഴത്തേന് വാസു നിലവിളിച്ചുകൊണ്ട് കണ്ടത്തിൽ കൂടെ ഓടി. ഈ ഓട്ടത്തിനിടയിൽ പന്നീരിയെ പിടിക്കാൻ നെല്ലിനിടയിൽ വെച്ചിരുന്ന അടിവിലിനകത്ത് വാസുവിന്റെ കാലുകുരുങ്ങി. ഈ പുറകെ വന്ന പോലീസ് ഇയാളെ കൈ കിട്ടിയതോടെ എടുത്തിട്ടങ്ങ് പെരുമാറി. അന്ന് പേരാണ് വാസു, കടിവില്ലു വാസു. വാസുവേട്ടനായിരിക്കും, ഞാനത് നോക്കട്ടെ. എല്ലാവരും ഉണ്ടല്ലോ. പ്രൈസലോ. നമസ്കാരം. സാബു വന്നു, ഞാൻ നോക്കട്ടെ.
ആ ഇതെന്താ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, എന്നാ ഇത് എല്ലാം മണ്ഡലം കമ്മിറ്റിയിലോ ആണോ? സാവു നിങ്ങളെല്ലാവരും വന്ന സ്ഥിതിക്ക് നിങ്ങളെ വിളിച്ച കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ രാജ്യത്ത് വന്നു, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നന്മ അനുഭവിക്കുന്നു. അതേസമയം നമ്മുടെ രാജ്യത്ത് കഷ്ടം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയാൽ അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. അത് പറയാനാണ് നിങ്ങളെ വിളിച്ചത്. കൊച്ചുമോൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കഷ്ടപ്പെടുന്ന കർഷക തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. എന്ത് പറഞ്ഞാലുണ്ട് കുട്ടനാട്ടിലെ കർഷകരുടെ കാര്യം. കോട്ടയം റബ്ബർ കർഷകരെ ഈസി ചേറി കാണും റബ്ബർ. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ മൊത്തം കഷ്ടപ്പെടുന്ന അനേകായിരങ്ങളുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ദേശീയമായിട്ട് ജീവകാരുണ്യപ്രവർത്തനം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദേശീയമായിട്ട് വേരുകളുടെ പ്രസ്ഥാനത്തിൽ കൂടെ നടത്തുന്നതായിരിക്കും നമുക്ക് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഈ പൊട്ടക്കുളത്തിലെ തവളകളുള്ള പ്രസ്ഥാനത്തൊന്നും സാധ്യമല്ല. പൊട്ടക്കുളത്തിലെ തവളകളെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് പ്രസ്ഥാനത്തെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ അന്തർദേശിക തലത്തിൽ വേരുകളുള്ള ബൃഹത്തായ ഒരു സംഘടനയാണ് നിങ്ങൾ ഈ കുഴിയിലിരുന്ന് കൊഞ്ചനം കാട്ടുന്നത്. ഓ, നിങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കേ. കൊച്ചുമാൻചാൻ നമ്മളെ എല്ലാവരെയും വിളിച്ചു വരുത്തി എന്തിനാന്നുള്ളത് കൊച്ചുമാൻചാൻ എന്ന് പറയുന്നതൊന്ന് കേൾക്കട്ടെ ആദ്യമേ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയാണ്, അല്ലാതെ ഈ പ്രസ്ഥാനങ്ങളെ കൂടി ചെയ്യുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കുടിക്കാൻ എന്തോ വേണ്ടി? ചായ, കാപ്പി? എൻ്റെ ശിവ, ഞാനിപ്പോൾ കഴിച്ചേച്ച് വന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ മേല. പിന്നെ നിർബന്ധമാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വല്ല ബിരിയാണിയോ വേണം, അങ്ങനെ വല്ലതൊക്കെ തന്നാൽ കഴിക്കാം. അതെ, ഞാൻ വല്ലതും കുടിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ചോദിച്ചത്. ഇതാ പിന്നെ ഒന്നും വേണ്ട. എൻ്റെ ആൻറ്റി, സൗകര്യം എന്താണെന്നുള്ളത് വെച്ചാൽ കൊണ്ടുപോരും. എന്ത് കൊണ്ടുവന്നാലും ഞങ്ങൾ കുടിച്ചേക്കാം. ആൻറ്റി, എനിക്കൊരു ശകല ചൂടുവെള്ളം മതി. പിന്നെ അതൊരു ഇച്ചിരി കാപ്പിപ്പൊടിയും പഞ്ചസാര ഇട്ടേക്കണേ. എന്നാ ശരി. പഞ്ചസാര ഇച്ചിരി കൂടിയാലേ പാല് ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ. പിന്നെ കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ പോലെ. ആ, അങ്ങനെയും പറയും. എല്ലാവരും തമാശ ഒന്ന് നിർത്തിക്കേ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് കൊച്ചുമാൻചാൻ പറഞ്ഞത്. ഞാനും ഇതേപ്പറ്റി വളരെ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കൊച്ചുമാൻചാൻ്റെ പ്ലാൻ എന്തുവാ? പ്ലാൻ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഫണ്ട് റൈസിങ് നടത്തുന്നു, അർഹരായവരെ കണ്ടുപിടിക്കുന്നു, അവരെ സഹായിക്കുന്നു. അത് നല്ല ഐഡിയയാണ്. എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബംഗാളിനെ കുറിച്ച്. അവിടെ കഷ്ടപ്പെടുന്ന ധാരാളം സഹാക്കളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പം ബംഗാളുള്ളക്കാലം ബംഗാളിൽ ഇപ്പം കേരളത്തിലുണ്ട്. കേരളത്തിൽ നടത്തിയാൽ മതി. അച്ഛാ, ഈ ഫണ്ട് വേവിലായിരുന്നു ഇത്രയും വലിയ മുഖവരയൊക്കെ തന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു 1000 രൂപ നാട്ടിലോട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക മാസം. മാസം $1000? അതെവിടെയാ വർക്ക്? നോർത്ത് ഇന്ത്യയിലോ വല്ല ആണോ? അല്ലല്ല, അത് നമ്മുടെ നാട്ടിൽ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ഈ സംഭവം. ഒരമ്മച്ചിയുണ്ട്, അവരുടെ മക്കളെല്ലാം വിദേശത്താണ്. അവരെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട്. അവരുടെ ആ ചെലവിലേക്കാണ് ഈ $1000 അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. നമ്മളെല്ലാം ജോലി നോക്കി പഠിക്കണം. ആട്ടെ, ആരേ ഈ അമ്മച്ചി? പറഞ്ഞു വരുമ്പം അത് സ്വന്തം അമ്മച്ചിയായിട്ട് തന്നെ വരും. അല്ല, അത് നടക്കണമല്ലോ. ഞാനൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ വല്ലതും നമുക്കൊരു പ്രവർത്തനം. അവിടെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അത് തന്നെയാണല്ലോ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. അത് ശരിയാ. വർക്കച്ചനാകുമ്പോഴേ രൂപം കൊണ്ടും അവരോട് ഐക്യമത്യപ്പെടാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന ബീഹാറികളും ബംഗാളികളും എല്ലാം ഉള്ളൊരു സ്ഥലം ഞാൻ പറഞ്ഞു തരട്ടെ. അതെവിടെ? എൻ്റെ അമ്മാച്ചൻ്റെ ആയിരകുന്നത്തെ ടൈൽ ഫാക്ടറിയിൽ പുള്ളിക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്റ്റാണ്. പുള്ളി എല്ലാ മാസവും ഒരു വണ്ടി ആളിനെ ബംഗാളിൽ നിന്നോ UP നിന്നോ ബീഹാറിൽ നിന്നോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. ഇക്കണക്കിന് പോവുകയാണെ ഉണ്ടല്ലോ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മലയാളിയെ കാണണമെങ്കിൽ വല്ല ഗൾഫിലോ അമേരിക്കയിലോ പോകേണ്ടി വരും. നമ്മൾ പറഞ്ഞു പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറുക. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഒരാഴ്ച ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവം എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്നു തരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എന്താ, ഞാൻ നിങ്ങളോടൊരു സർപ്രൈസ് പറയാം. എൻ്റെ മാനേജറുടെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ഹാഗൽസ്റ്റൈൻ, അദ്ദേഹം കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്നു പറഞ്ഞിട്ട്, വിക്ടർ പ്ലീസ് ഡു സംതിങ് ഫോർ മീ ഇൻ ഇന്ത്യ. 1-2 ആഴ്ച മുന്നേ ഒരു ഞായറാഴ്ച അവരുടെ ചർച്ചിൽ ഒരു ഡോക്യുമെൻ്ററി കാണിച്ചതാണ്. പുള്ളി അത് വല്ലാതെ അങ്ങ് ടച്ച് ചെയ്തു. അദ്ദേഹം എൻ്റെ കയ്യിൽ ഒരു ചെക്ക് തന്നു. ഞാൻ നോക്കിയപ്പോൾ $10,000 ചെക്ക്. അതെൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമുക്കൊരു ഓർഗനൈസേഷനായിട്ട് ഇതങ്ങ് രജിസ്റ്റർ ചെയ്യാം. ഇപ്പം തന്നെ ഒരു പ്രസിഡന്റിനെയും
ഒരു സെക്രട്ടറി, ഒരു ട്രഷററെ നമുക്കങ്ങ് തിരഞ്ഞെടുക്കാം. എങ്കിൽ പിന്നെ കൊച്ചുമോൻ തന്നെ അതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത സ്ഥിതിക്ക് പ്രസിഡന്റ് ആയിട്ടിരിക്കുക, വിക്ടർ ട്രഷറർ എന്നുള്ള സ്ഥാനം കൈകാര്യം ചെയ്യും. അയ്യോ അത് വേണ്ട. ഇതിന്റെ എല്ലാ പ്രവർത്തനത്തിനും ഞാൻ മുമ്പിലുണ്ടായിരിക്കും. പക്ഷെ ഒരു സ്ഥാനം എടുക്കാൻ എന്നോട് പറയരുത്. അതിനുള്ള വിളി എനിക്കില്ല. എന്തുകൊണ്ട് വർക്കിച്ചാനായിക്കൂടാ? അയ്യോ, ഈ അക്കൗണ്ടിങ് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ വേണം സെക്രട്ടറി സ്ഥാനം വല്ലതും ഏറ്റെടുക്കാം. ട്രഷറർ സ്ഥാനം സാബു ഒന്ന് ഏറ്റെടുക്കും. ഓ ഇല്ലില്ല, ഇതൊന്നും എനിക്ക് പറ്റിയ പണിയൊന്നുമില്ല. ഇതിനു വേണ്ടി ഏത് സഹായവും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതിന് കേന്ദ്ര തലത്തിലോ സംസ്ഥാന തലത്തിലോ വേണ്ട ഏത് സഹായവും എന്നിവ പ്രതീക്ഷിക്കും. താൻ എന്തുകൂടെ കുറെ നേരം കൂടി കണ്ണുകൊണ്ട് കൊഞ്ഞനം കാണിക്കുന്നത്? അല്ല, ഡോക്ടർ പറഞ്ഞേ കമ്പ്യൂട്ടറെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ കണ്ണുകൊണ്ട് എപ്പോഴും എക്സസൈസ് ചെയ്യണമെന്ന്. എന്റെ അഭിപ്രായത്തിൽ ജോജി ആയിരിക്കും ഇതിച്ച് യോഗ്യൻ. പുള്ളിക്ക് ഇച്ചിരി അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ കുരിശ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത്ര വലിയ ഭാരമൊന്നും താൻ ഇതൊന്നും വഹിക്കണ്ട. തന്നെ കൊണ്ട് ഒക്കിയല്ലെങ്കിൽ ഞാനിത് വഹിച്ചോളാം. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയാമായിരുന്നു. അങ്ങനെങ്കിൽ ജോജി തന്നെ ട്രഷറായിട്ടിരിക്കട്ടെ. ആ ചെക്ക് ജോജിയുടെ കയ്യിലും കൊടുത്തേരെ. എന്നാ പിന്നെ നിങ്ങൾ ചായ എടുത്ത് കൊടുക്കാം. വാങ്ങിക്കുവാണെ ബെൻസ് വാങ്ങിക്കണം. എന്നാ എടുപ്പ്? എസ് ക്ലാസ്സിന് ഇത്രയും വിലയാണെങ്കിൽ എ ക്ലാസ്സിന് എന്തോ വിലയായിരിക്കും. എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ. Okay. I'll handle it. I'm at lunch right now. I'll be there in a few minutes, okay? Bye. എന്തോ കോപ്പി ഭയങ്കര ബിസിയാന്ന് തോന്നുന്നല്ലോ. എന്ത് ചെയ്യാനാ ജോജി? ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ നേരം അവന്മാരുടെ പിടി അന്നേരം. ആട്ടെ, എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞു? എന്തെങ്കിലും അത്യാവശ്യം? ഞാൻ മറ്റേ ബെൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ശകലം പൈസ ഒത്തു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പൈസ റെഡി ആയിട്ടുണ്ടോ? അല്ല, റെഡി ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞ അത്രയും റെഡി ആയിട്ടില്ല. ഒരു പകുതി, ഒരു $10,000 ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? എവിടുന്ന് മോഷ്ടിച്ചു? അതോ വല്ല ലോട്ടറി അടിച്ചോ? ലോട്ടറി ആണോ എന്ന് ചോദിച്ചാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോട്ടറി തന്നെയാണ്. നമ്മുടെ മലയാള സമാജക്കാർ ഒരു ചാരിറ്റിക്ക് വേണ്ടി റേസ് ചെയ്ത പൈസയാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അവരാവശ്യപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കണം. പക്ഷെ നമുക്കറിയില്ല അവന്മാരെ ഒരു വർഷത്തേക്ക് ഒരു ചുക്ക് നടക്കത്തില്ലെന്ന്. എൻ്റെ ജോജി, വല്ല പാവങ്ങൾക്കും കൊടുക്കാൻ വെച്ചേക്കുന്ന പൈസയല്ലേ? അത് റിസ്ക് അല്ലേ? പ്രത്യേകിച്ച് ആ മലയാള സമാജക്കാർ. അതൊന്നും വലിയ സാരമില്ലെന്നേ. ഇവന്മാരിങ്ങനെ മീറ്റിങ്ങോട് മീറ്റിംഗ് അല്ലേ. ഇനി ഇത് എവിടെ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ അവന്മാർ ഒരു വർഷം എടുക്കും. അവന്മാരെ നമുക്കറിയില്ലോ. അതൊക്കെ ഇവിടെ ഇപ്പോൾ ഒരു $10,000 ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 10,000 കൂടെ ഒപ്പിക്കും. കോപ്പിക്ക് പറ്റുമോ? വെറുതെ വേണ്ട, നമ്മൾ വലിച്ചു കൊടുക്കാവുന്നേ. $10,000 പലിശയ്ക്ക് തരാൻ പറ്റിയ ആരും എൻ്റെ അറിവിൽ ഈ പ്രദേശത്തില്ല. പ്രത്യേകിച്ച് പിന്നെ ഈ സാമ്പത്തിക മാന്ദ്യം കൂടി. പിന്നൊരു മാർഗമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്കൊരു പാർട്ടി അറിയാം. നമ്മൾ ഇന്ന് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ടും ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു തരും. പക്ഷെ ഒരു കാര്യം, ഒരു വർഷത്തേന് നമ്മൾ കൊടുത്ത പൈസയുടെ കാര്യം അങ്ങ് മറന്നേക്കണം. അത് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നു. നോവേ, അത് നടക്കത്തില്ല. ജോജി ഒന്നുകൂടെ ചിന്തിച്ചിട്ട് എന്നെ വിളിക്കും. ജോജി, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, ഞാനൊന്ന് പോട്ടെ. താങ്ക്സ് ഫോർ ദ ലഞ്ച്. അല്ല, എനിക്ക് ആലോചിച്ചു, തീരുമാനിച്ചു, ചെക്ക് പിടിച്ച്. ഉറപ്പാണല്ലോ അല്ലേ? ഒരു വർഷത്തേക്ക് ഈ പൈസയുടെ കാര്യം മിണ്ടിപ്പോരത്. ഉറപ്പാ. ഇതെന്തോ സാധനം? മോനെ ജോജി, ഇതിനാണ് ഫാദർ ബ്രെഡ് എന്ന് പറയും. മലയാളത്തിന് അച്ചിപ്പോന്നും പറയും. ഞാൻ പെട്ടെന്ന് നിങ്ങളോട് എല്ലാവരോടും വരാൻ പറഞ്ഞത് നമ്മുടെ ചാരിറ്റിയുടെ കാര്യത്തിൽ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത്. സെക്രട്ടറി എന്ന നിലയിൽ വർക്കിംഗ് തന്നെ അത് പറയുന്നതായിരിക്കും എനിക്ക് ഭംഗി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിരിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി വിവരമായ ഒരു അന്വേഷണം നടത്തി അതിനെപ്പറ്റി കൂലങ്കഷമായി പഠിക്കുകയും ചെയ്തു. പരീക്ഷ വല്ല എഴുതിയ ജോലി ആക്കല്ലേ.
ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നാട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നത്. അദ്ദേഹം ഒരു വകയിൽ എൻ്റെ ഒരു അധ്യാപകനായിട്ടും വരും. ഓ, അധ്യാപകനല്ലേ? ഏത് സ്കൂളിൽ പഠിപ്പിച്ച? അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വൺ മിസ്റ്റർ പൊന്നൻസ് ഡ്രൈവിംഗ് സ്കൂൾ. എൻ്റെ ഡ്രൈവിംഗ് ആശാന. ഇപ്പോൾ ആശാൻ റിട്ടയർ ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയാണ്. ത്രിപുരയിൽ അവിടെ തന്നെ അനാശാലയൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ മേഘാലയ അവിടെ തന്നെ ഒരു വൃദ്ധസദനവും അദ്ദേഹം നോക്കി നടത്തുന്നുണ്ട്. അപ്പൊ അത് ഇന്ത്യയിലുള്ള സ്ഥലമല്ലേ നോക്കുന്നത്? എന്റെ ജോലി ത്രിപുര പിന്നെ ആഫ്രിക്കയിലാണ്, ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റാ. ഞാൻ അറിഞ്ഞില്ലല്ലോ. പക്ഷെ ഞാൻ അമേരിക്കക്ക് പോരുന്ന കഴിഞ്ഞിട്ടുണ്ടായ സ്റ്റേറ്റ് ആയിരിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിപ്പിച്ചത്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ത്രിപുരയിൽ കഷ്ടപ്പെടുന്ന ധാരാളം സഹാക്കൾ അവിടെ ഉണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്തിരിക്കണം. അങ്ങനെ എടുത്തയാൾ നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കൂടുതൽ ധാരണ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും തീരുമാനിച്ചാൽ പോരെ? അതെ അതെ അതെ, നമ്മൾ ഈ വസ്തുതകളെ ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം മതി ഒരു തീരുമാനം എന്നാണ് എന്റെ അഭിപ്രായം. എടോ, ഇത് മുല്ലപ്പെരിയാർ കമ്മീഷനൊന്നും അല്ലല്ലോ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ. അവർക്ക് ആവശ്യമുള്ള സമയത്ത് വേണം നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യുവാൻ. എന്നാ പിന്നെ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. 2 സ്ഥലത്തോടും $5000 വെച്ച് ബിൽഡിംഗ് പണിയാൻ വേണ്ടി നമുക്ക് അങ്ങ് അയച്ചു കൊടുക്കാം. അല്ല, ഇത്രയും വലിയൊരു തുക ഇത്ര പെട്ടെന്ന് അയക്കണോ? നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനി എന്നെ ആലോചിക്കാനാ? കൂടുതലൊന്നും ആലോചിക്കണ്ട, ഇത് നമുക്കങ്ങ് തീരുമാനിക്കാം. ഇപ്പൊ പണിയാവും തോന്നില്ല. കോപ്പി ഒന്ന് വിളിക്കട്ടെ. ഹലോ കോപ്പി, ബിസിയാണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല, നമ്മൾ അന്ന് ആ പൈസ തന്നില്ലേ, അതൊന്ന് തിരിച്ചു കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അയ്യോ ആ കട്ടിയില്ലേ ഇത് ഹലോ സാലി, ഗുഡ് മോർണിംഗ്. ഞാന് ജോജിയാണേ. സാബു ഉണ്ടോ അവിടെ? സാബുചാൻ ഇവിടെ ഇല്ലല്ലോ, സൈക്ലിങ്ങിന് പോയിരിക്കുകയാണല്ലോ. എവിടെ പോയെന്നറിയോ? ബനാന ലൈക്കില്ല. ഓക്കെ, അല്ലല്ല, ഞാൻ പോയി കണ്ടോളാം. ഓക്കെ, താങ്ക് യു, ബൈ. ഹലോ ഹലോ, സാബു സാബു, അല്ല സാബു, ഓയ് സാബു സാബു, ഓയ് ഒന്നേ. ഇതാരാ? ജോലിയാണോ? ഇതാ രാവിലെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതെന്നാ ഇത് രാവിലെ ഓടാൻ ഇറങ്ങിയാണോ? ഓ അല്ല, ഓടാനൊന്നും ഇറങ്ങിയല്ലേ. പിന്നെ ഒരു അത്യാവശ്യ കാര്യം ഒന്ന് പറയാനായിട്ട് വന്നാ നിങ്ങളുടെ അടുത്ത്. എന്താ അത്യാവശ്യം? അതെ, നമ്മൾ ആ ചാരിറ്റിക്ക് ഇച്ചിരി പൈസ പിരിച്ചു വെച്ചായിരുന്നല്ലോ. അത് ഞാൻ ഒരു അത്യാവശ്യ കാര്യം വന്നത് ഇച്ചെടുത്തൊന്ന് മറിച്ചോ. അത് പറ്റിപ്പോയി. ഇതിപ്പോ ഇത് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് സഹായിക്കണം. സഹായോ? എന്നാ സഹായം? ഒരു 10000 രൂപ കടം തന്നാൽ മതി. $10000? വല്ല 100-200 ഒക്കെ ആണെങ്കിൽ നോക്കാറുണ്ട്. അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒരു മാർഗം ഒന്ന് ഒപ്പിച്ചു തന്നേ പറ്റത്തുള്ളൂ. ഒരു മാർഗമുണ്ട്. അതോ, അതൊരു വലിയ കഥയാ മോളെ. ഡാഡിയെ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. അങ്ങ് ദൂരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ത്രിപുര എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. അവിടെ കുറേ അനാഥ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നമ്മളൊരു വീട് വെക്കാനായിട്ട് നമ്മുടെ കാറ് വിറ്റ് ഇപ്പം പൈസ അയച്ചു കൊടുത്തിരിക്കുകയാണ്.